നമ്പൂതിരി സഭ സുവർണജൂബിലി ആഘോഷ വാർത്തകൾ. പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഘടോത്കചൻ ഭട്ടതിരിപ്പാട്, മാനസഗോത്രം യജുർവേദി, അമ്മാത്ത് നെടുമ്പരത്ത് കപ്പിങ്ങാണ്. റെക്കോർഡ് കുറിവിളി. നമ്പൂതിരി സഭയുടെ ഇന്നലത്തെ കുറിവിളി 21 മണിക്കൂർ വരെ നീണ്ടു നിന്നിരുന്നു. കൊച്ചിയിൽ പറളി നമ്പൂതിരി സഭയുടെ പുതിയ ശാഖ തുടങ്ങി മാതൃകയായി സഭയിലെ പുതുതലമുറയിലെ യുവതി യുവാക്കൾ. നമ്പൂതിരി സഭയുടെ അഭിമാനമായി അനുഗ്രഹ കാറ്ററിംഗ്. മുകേഷ് അംബാനിയുടെ പേരക്കുട്ടിയുടെ കല്യാണ സദ്യ ഒരുക്കുന്നത് അനുഗ്രഹ. ലണ്ടനിൽ വെച്ച് നടക്കുന്ന ദസ്തോവ്സ്കി കോൺഫറൻസ് നമ്പൂതിരി സഭയുടെ അഭിമാന പുളകിതമായ ശ്രീധരൻ മാഷിന്റെ ഗണപതി ഹോമത്തോടുകൂടി തുടക്കമിട്ടിരിക്കുന്നു. മാമുണ്ട് ഭരതനാരായണൻ സംവിധാനം ചെയ്യുന്ന പുതിയ മമ്മൂട്ടി ചിത്രത്തിൽ മമ്മൂട്ടിയുടെ അച്ഛനായി വേഷമിടുന്നത് കക്കാട് അനിരുദ്ധ് മാധവ്. കഥകളി ലോകത്തെ മികച്ച കലാകാരികളുടെ കലാമണ്ഡലം ചേക്കുട്ടി നമ്പീശൻ പുരസ്കാരം പത്മശ്രീ ഡോക്ടർ നർമ്മദ വാസുദേവനെ ലഭിച്ചിരിക്കുന്നു. റെക്കോർഡ് നേട്ടം. പ്രമുഖ യൂട്യൂബ് ചാനലുകളായ പറളിയൂട്ടും വള്ളോനാടൻ ഫിലിംസും 10 മില്യൺ സബ്സ്ക്രൈബേഴ്സ് നേടിയിരിക്കുന്നു. 58ാമത്തെ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല ഷോപ്പ് തുടങ്ങി നെടുമ്പള്ളി ദമ്പതികൾ. ഈ കൊല്ലത്തെ 4ാമത്തെ ഷോപ്പാണ് തുടങ്ങിയിരിക്കുന്നത്. കുഴിനഖത്തിലുള്ള ഒറ്റമൂലി കണ്ടെത്തിയ കോൽപ്പുറം ശശിക്ക് വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം. BTVയുടെ പ്രിൻസിപ്പാളായി പാർവതി കേപി ലഭിച്ചു. യാത്രയയപ്പ് മറ്റന്നാൾ കോളേജിൽ വെച്ച്. ഇനി സ്പോർട്സ്. 2052 ഒളിമ്പിക്സ് വേദി ഒരുക്കി പറളി സ്കൂൾ. മത്സരത്തിനൊരുങ്ങി സഭയുടെ മിന്നൽ താരം കോതമംഗലം ആർദ്ര. വാർത്തകൾ വിശദമായി. റെക്കോർഡ് കുറിവിളി നടത്തി പറളി നമ്പൂതിരി സഭ. 21 മണിക്കൂറോളം നീണ്ടുനിന്ന കുറിവിളി 48 ലക്ഷത്തിൽ നിന്നും തുടങ്ങി 20,489 രൂപ വരെ എത്തി നിൽക്കുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് വൈദേഹി നമ്പൂതിരിപ്പാടാണ്. വൈദേഹി കേൾക്കുന്നുണ്ടോ? വൈദേഹി എന്താണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത്? ഞാനിപ്പോൾ നിൽക്കുന്നത് പറളി നമ്പൂതിരി സഭയുടെ മീറ്റിംഗ് സ്ഥലത്ത് വെച്ചിട്ടാണ്. വരിക്കാശ്ശേരി മലയിലാണ് മീറ്റിംഗ് നടക്കുന്നത്. ഇപ്പോൾ കുറിവിളി 21 മണിക്കൂർ നീണ്ടു നിന്ന കുറിവിളി 20 ലക്ഷത്തിൽ നിന്ന് 40 ലക്ഷത്തിൽ നിന്ന് തുടങ്ങി 20,489 രൂപ വരെ എത്തി നിൽക്കുകയാണ്. നമുക്ക് നോക്കാം ഇപ്പോൾ ആരാണ് ആദ്യം വിളിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. 29,480. സഭയുടെ 3000 രൂപ. അതെല്ലാവരും തരണം. സഭയുടെ 3000 രൂപ ഒരു കാര്യം പറയാനുള്ളത്, സഭയുടെ ഒരു 3000 രൂപ എല്ലാവരും തരണം. അത് മാത്രമല്ല, പിന്നെ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അതിനെ കുറിച്ചല്ലേ ചർച്ച ചെയ്യേണ്ടത്. സമയം കളയരുത്. അപ്പോ ഞാനൊരു 29,450 പൈസ വെച്ചു. നിൽക്കാൻ പോവുകയാണെന്ന് തോന്നുന്നത്. അപ്പോ 28,455. സജു അത് ഇത്ര ചെറിയ എമൗണ്ട് ഒന്നും കുറയ്ക്കാൻ പാടില്ല. കുറയ്ക്കൂ സജു അത് സഭയുടെ നിയമത്തിനെതിരാണ്. സജു അത് പറഞ്ഞിട്ട് കാര്യമില്ല. സജു അനിയനൊന്നും പറയല്ലേ. അനിയൻ പൊതുവെ പറയാം. ഞാൻ വിളിച്ചിട്ടുണ്ട്. ഞാനൊരു 50 പൈസ കുറച്ച് വിളിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞത്. എല്ലാത്തിനും ഒരു 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 ഘടന വേണം. ഇത് എല്ലാവർക്കും ഒരു ഘടനയില്ല. ഇന്നൊന്നും തീരുന്ന ലക്ഷണമില്ല. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരുന്ന തീരാൻ ഉദ്ദേശമില്ല. കേൾക്കുന്നുണ്ടോ? നാളെ തിരിച്ചു വരാം. ഓക്കെ. ക്യാമറമാൻ ബിച്ചു നമ്പൂതിരിപ്പാടിനോടൊപ്പം വൈദേഹി നമ്പൂതിരിപ്പാട്. ഇന്ന് രാജസ്ഥാനിലുള്ള അംബാനി കൊട്ടാരത്തിൽ വെച്ച് നടക്കുന്ന അംബാനിയുടെ പേരക്കുട്ടി കൃതി അംബാനിയുടെ കല്യാണത്തിന് കാറ്ററിംഗ് വർക്ക് ചെയ്യുന്നത് നമ്പൂതിരി സഭയുടെ അഭിമാനമായ ആറ്റുപുറം ഉണ്ണിയാണ്. തത്സമയം ചേരുന്നത് ദൃഷ്ടദ്യുമ്നൻ നമ്പൂതിരി. ഹലോ, ദൃഷ്ടദ്യുമ്നൻ നമ്പൂതിരി കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ ഹലോ. കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ രാജസ്ഥാനാണ് നിൽക്കുന്നത്. വളരെ അഭിമാനമായ നമ്പൂതിരി സഭയുടെ അഭിമാനമുള്ള നിമിഷമാണ്. മുകേഷ് അംബാനിയുടെ പേരക്കുട്ടിയുടെ വിവാഹ ചടങ്ങിലെ സർക്കാർ നടത്തുന്ന ആറ്റുപുറം, നമ്മുടെ ആറ്റുപുറം ഉണ്ണിയേട്ടനാണ്. ഉണ്ണിയേട്ടൻ നമ്മുടെ അഭിമാനമാണ്. ഉണ്ണിയേട്ട, എങ്ങനെയാണ്, എന്തൊക്കെയാണ് വിഭവങ്ങൾ, എന്തൊക്കെയാണ് പായസം?
मेरा माइक ये हमारा उम्मी हमारा प्राउड है हमारा ये क्या मेंबर बहुत ठीक है सर सर उसके बाद एक और बात सर प्लीज सर एक और बात उन्हें हमारा सरकार कैसा है अच्छा है वो उन्हें का वो है वो क्या है वो येलो वाला अंबानी साറിന്റെ മിസ്റ്റേക്ക് ആണ് എന്തോ ഒരു പ്രശ്നം ഉണ്ണിയേട്ടൻ ഒരു പ്രശ്നം പറയാൻ അംബാനി സാർ എന്തോ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ തിരിച്ച് വരികയാണ് കാര്യം പറയാനുള്ളത് നിങ്ങൾ അവിടെ ഉള്ളെങ്കിൽ ആറ്റുപുറ ഉണ്ണിയേട്ടനോട് കുറച്ച് ദോശപ്പൊടി കൊടുത്തേക്കാൻ പറയൂ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ ദോശപ്പൊടി തീർച്ചയായിട്ടും അപ്പോൾ നമുക്ക് അടുത്ത കുറച്ച് ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം കോട്ടക്കൽ ആയുർവേദശാലയുടെ പുതിയ ശാഖ നെടുപടി ദമ്പതികളുടെ കൊച്ചിയിൽ ആരംഭിച്ചിരിക്കുന്നു. വിസിറ്റ് സൂൺ, ഓഫർ നെക്സ്റ്റ് സൂൺ. ഏവർക്കും നമസ്കാരം. ന്യൂസ് അപ്ഡേറ്റിലെ വീണ്ടും സ്വാഗതം. ലണ്ടനിൽ വെച്ച് നടക്കുന്ന ദസ്തോവ്സ്കി കോൺഫറൻസ് നമ്പൂതിരി സഭയുടെ അഭിമാന പുളകിതമായ ശ്രീധരൻ മാഷിന്റെ ഗണപതി ഹോമത്തോടു കൂടി തുടങ്ങിയിരിക്കുന്നു. തത്സമയം ചേരുന്നത് രാമാനുജൻ നമ്പൂതിരി. ഹലോ രാമാനുജൻ നമ്പൂതിരി, കേൾക്കാമോ? കേൾക്കുന്നുണ്ടോ? നമ്മളിപ്പോൾ ഉള്ളത് ലണ്ടനിലെ ഏറ്റവും പ്രസിദ്ധമായ ദസ്തോവ്സ്കി ഹോളാണ്. അവിടുത്തെ ഒരു കോൺഫറൻസ് നടക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ പാർട്ടി നമ്പൂതിരി സഭയുടെ തന്നെ ഒരു അഭിമാനപൂർവമായ ശ്രീധരൻ മാഷാണ് നമ്മുടെ കൂടെ ഇപ്പോൾ ചേരുന്നത്. മാഷെ, അപ്പോ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ഈ ഒരു ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാൻ എങ്ങനെയാണ് ഇത് എത്തിപ്പെട്ടത്? ലണ്ടനിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണ്? ഹലോ, നമ്മളുടെ ഈ ലണ്ടനിൽ വെച്ച് നടക്കുന്ന ഈ പൂജാ ചടങ്ങിൽ ഗണപതി ഹോമത്തോടു കൂടിയാണ് നമ്മൾ തുടങ്ങിയത്. ഏത് ശുഭകാര്യങ്ങൾ തുടങ്ങുമ്പോഴും ഗണപതി ഹോമത്തോടു കൂടി തുടങ്ങുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു സംസ്കാരം എന്ന് പറയുന്നത്. വിഘ്നങ്ങൾ അകറ്റാൻ വേണ്ടി നമ്മൾ ഗണപതി ഹോമത്തോടു കൂടി തുടങ്ങി. സായിപ്പേ, ഒരു മിനിറ്റ്. യെസ്, കിട്ടും, വേഗം കിട്ടും. അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തിന്റെ പ്രസാദം വേഗം കിട്ടുന്നതായിരിക്കും. ഇനി ശർക്കര പാവിൽ നമ്മൾ മലരും അതിന് അല്ല പിന്നെ വീണ്ടും ചേരുന്നതാണ്. നമുക്ക് ചെറിയ പ്രശ്നം നടന്നു, അത് വീണ്ടും നടക്കും. എല്ലാം ഭംഗിമായി നടക്കട്ടെ. നന്ദി. അടുത്ത ന്യൂസിലേക്ക് കടക്കാം. റെക്കോർഡ് നേട്ടം കൊണ്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടം. പാർലിവുഡും വള്ളുവനാട് ഫിലിംസും 10 മില്യൺ സബ്സ്ക്രൈബേഴ്സ് നേടിയിരിക്കുന്നു. നമ്മുടെ കൂടെ പാർലിവുഡിന്റെ നേതാവ് പരുത്തിപ്പുറ അനിൽ നമ്പൂതിരിയും വള്ളുവനാടിന്റെ തലതൊട്ടപ്പൻ കൊരട്ടിക്കര ഹരിയുമുണ്ട്. തത്സമയം ചേരുന്നത് അരുന്ധതി അന്തർജൻ. ഹലോ അരുന്ധതി, കേൾക്കാമോ? ഹലോ, കേൾക്കുന്നുണ്ടോ? പറയൂ, എന്താണ് അവിടെ? ഹലോ 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 കേൾക്കുന്നുണ്ട്. ഞാനിപ്പോൾ നമ്മുടെ പ്രമുഖ യൂട്യൂബ് ചാനൽ ഉടമകളായ കൊരട്ടിക്കര ഹരിയുടെയും പരുത്തിപ്പുറ അനിലിന്റെയും കൂടെ ഉണ്ട്. നമുക്ക് അവരെ അടുത്ത് ചെന്ന് അവരുടെ വിശേഷങ്ങൾ അന്വേഷിക്കാം. തീർച്ചയായും. ഈ 10 മില്യൺ വ്യൂസ് സംഭവം ഞങ്ങളുടെ ഒരു ക്രിയേഷനാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ ഒരു വിജയമാണ്, നമ്പൂതിരിമാരുടെ വിജയമാണ്. ഞങ്ങളുടെ ഒരു വെറൈറ്റി ഞങ്ങളുടെ അവതരണത്തിലാണ് ഇതിന്റെ ഒരു പ്രാമുഖ്യം ഇരിക്കുന്നത്. ആ ഒരു അവതരണ ശൈലിയിലാണ് നമ്മൾ ഈ ഒരു 10 മില്യൺ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. അത് പക്ഷേ കൊരട്ടിക്കര ഹരിയെ പോലെയുള്ള വക്രബുദ്ധികളിലൂടെ അല്ല ഞങ്ങൾ കൈവരിച്ചിരിക്കുന്നത്. കൊരട്ടിക്കര ഹരിയോട് ചോദിക്കാം, എന്താ
സ്പോട്ട് ഇംപ്രവൈസ് ചെയ്താണ് ഇതൊക്കെ എടുക്കുന്നത്. അതിന്റെ ഒരു നിങ്ങൾക്ക് ആ ഒരു കരിക്കുലർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ അപമാനിക്കേണ്ട ആവശ്യമില്ല. എന്ത് ഒരു നിമിഷം. അങ്ങനെ ഇന്നത്തെ ന്യൂസ് അവർ അവസാനിക്കുന്നു. അടുത്ത ദിവസം നമുക്ക് ഇതേ സമയം കാണാം. താങ്ക് യു. കഴിഞ്ഞോ? ഹലോ കഴിഞ്ഞോ?